നമസ്കാരം. മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു 2018. 1924 പ്രളയത്തിനു ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. 2018 ഇനി കേരളത്തിൽ മറ്റൊരു തരം പ്രളയം. കാലാവസ്ഥയിൽ അസ്വാഭാവിക മാറ്റം ഇനിയും ഇടിയാൻ ബാക്കിയുണ്ടോ എന്ന് നോക്കണം. ജൂലൈ മാസത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായാണ് വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത്. അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുമുണ്ടായി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ടാൽ വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം ഇനിയും വർദ്ധിക്കും. അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വയനാട്. ഒരു നാടൊന്നാകെ ഉരുൾപൊട്ടലിൽ ഒലിച്ചില്ലാതാവുന്ന കാഴ്ച. കേരളത്തിന് ഇത്തരം ദുരന്തങ്ങൾ പുതിയ കാഴ്ചയല്ലാതായിട്ട് കുറച്ചു കാലങ്ങളായി. 2018 മഹാപ്രളയത്തിനു ശേഷം പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലിൽ ജീവിതങ്ങൾ മറഞ്ഞുപോയത് നമ്മുടെ കൺമുന്നിലാണ്. കവളപ്പാറയിൽ മണ്ണിനടിയിൽ ഇനിയും ബാക്കിയാണ് രക്ഷിക്കാനാവാതെ പോയവർ. എന്തുകൊണ്ടാണ് കേരളം തുടർച്ചയായി ഇത്തരം ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ്. ഇനിയും എത്ര ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷിയാവേണ്ടി വരും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു ഉറപ്പും പറയാനാവില്ല. മഴയുടെ കണക്കനുസരിച്ച് കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഡാമുകൾ നിറയുകയും ചെയ്യുന്നു. ഇതേ പ്രശ്നങ്ങൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. അധികൃതരും മറ്റു ഉദ്യോഗസ്ഥരും മിലിറ്ററിയും രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ട്. ഈ മലവെള്ളപ്പാച്ചിലിൽ നിരവധി ആളുകളെയാണ് കാണാതായതും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. മലയോര മേഖലകളിൽ ഉള്ളവരും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കുക. വീടുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് മാറുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഈ സമയവും കടന്നു പോവും. 2018 അതിജീവിച്ചതുപോലെ 2024 അതിജീവിക്കും.